നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി, തിരുവമ്പാടി എന്നീ മണ്ഡലങ്ങളാണ് കോഴിക്കോട് ജില്ലയിൽ ഉള്ളത്. ഇതിൽ വടകരയും കൊടുവള്ളിയുമൊഴിച്ച് ബാക്കി മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും നിലവിൽ ഇടതുമുന്നണിയുടെ MLAമാരാണുള്ളത്. കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് മിനിമം 4 സീറ്റാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഭരണം പിടിക്കണമെങ്കിൽ 4 സീറ്റെങ്കിലും നേടണമെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. കോൺഗ്രസ് ഏറെ പ്രതീക്ഷയോടുകൂടി കോഴിക്കോട് ജില്ലയിൽ ജയിക്കാൻ കഴിയുമെന്ന് കരുതുന്ന സീറ്റുകൾ പ്രധാനമായും നാദാപുരവും കൊയിലാണ്ടിയും കോഴിക്കോട് നോർത്തും അതോടൊപ്പം പേരാമ്പ്രയുമാണ്. നാദാപുരത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനെ രംഗത്തിറക്കിയാൽ മണ്ഡലം കൈപ്പിടിയിലൊതുക്കാമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ വിലയിരുത്തൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇതുവരെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന കാര്യത്തിൽ സമ്മതം മൂളിയിട്ടില്ല. പക്ഷേ അവസാന നിമിഷം AICC ആവശ്യപ്പെട്ടാൽ മുല്ലപ്പള്ളി മത്സരിക്കാൻ എത്തും എന്നാണ് കോൺഗ്രസ് ക്യാമ്പിൻ്റെ ഒരു കണക്കുകൂട്ടൽ. കോൺഗ്രസ്സിന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള പ്രദേശം കൂടിയാണ് നാദാപുരം. കഴിഞ്ഞ തവണ നാദാപുരത്ത് നിലവിലെ DCC പ്രസിഡന്റായിരുന്ന K പ്രവീൺകുമാർ മികച്ച മത്സരം കാഴ്ചവെക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള ഒരു ജനകീയ നേതാവ് വന്നാൽ നാദാപുരത്ത് ജയിച്ചു കയറാൻ കഴിയുമെന്ന കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. രണ്ടാമത് കോൺഗ്രസ് ഏറെ പ്രതീക്ഷയർപ്പിക്കുന്ന സീറ്റ് കൊയിലാണ്ടിയാണ്. കൊയിലാണ്ടി മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് നല്ല മത്സരം കാഴ്ചവെക്കുകയും മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിന്നാൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിനെയാണ് കൊയിലാണ്ടിയിൽ മത്സരിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും നിലവിൽ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ VP ദുൽകിഫിലും പരിഗണനയിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറേ വർഷമായി കൊയിലാണ്ടി കോൺഗ്രസിന് നഷ്ടപ്പെടുന്നത് പാർട്ടിക്കകത്തെ പടലപ്പിണക്കങ്ങളും കാലുവാരലും മൂലമാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ സമ്മതിക്കുന്നുണ്ട്. നേരത്തെ അഡ്വക്കേറ്റ് P ശങ്കരൻ മന്ത്രിയായതിനു ശേഷം അല്ലെങ്കിൽ ശങ്കരൻ ജയിച്ചതിന് ശേഷം മറ്റൊരാൾക്ക് കൊയിലാണ്ടിയിൽ ജയിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ പൊന്നാപുരം കോട്ടയായിരുന്നു കൊയിലാണ്ടി. അതുകൊണ്ട് തന്നെ കൊയിലാണ്ടിയിൽ ഇത്തവണ വെന്നിക്കൊടി പാറിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെയും UDFൻ്റെയും പ്രതീക്ഷ. മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പേരാമ്പ്രയാണ്. കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി CH ഇബ്രാഹിംകുട്ടി മത്സരിച്ച പേരാമ്പ്ര ഇത്തവണ ഏറ്റെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പേരാമ്പ്രയിൽ ജയിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിൻ്റെ ഒരു കണക്കുകൂട്ടൽ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പേരാമ്പ്രയും പരിഗണിക്കപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. പേരാമ്പ്രയിൽ മികച്ച സ്ഥാനാർത്ഥി ഉണ്ടായാൽ ഇടതുമുന്നണിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. മറ്റൊരു മണ്ഡലം കോൺഗ്രസ് പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് കോഴിക്കോട് നോർത്താണ്. കോഴിക്കോട് നോർത്തിൽ കഴിഞ്ഞ തവണ KM അഭിജിത്ത് ആയിരുന്നു മത്സരിച്ചത്. അന്നത്തെ KSU സംസ്ഥാന അധ്യക്ഷൻ KM അഭിജിത്ത് അതിദയനീയമായി പരാജയപ്പെട്ട മണ്ഡലത്തിൽ മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കാൻ തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. അതായത് ഒന്ന് KM അഭിജിത്തിനോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് മുൻ ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ജയന്ത് എന്നീ പേരുകളാണ് പട്ടികയിലുള്ളത്. മികച്ച സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കി കോഴിക്കോട് നോർത്ത് പിടിച്ചെടുക്കാൻ കഴിയും. കോഴിക്കോട് ജില്ലയിൽ നിന്ന് 4 സീറ്റെങ്കിലും പിടിക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിന് DCC നേതൃത്വത്തിന് KPCC നൽകിയ നിർദ്ദേശം. പക്ഷേ കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നം പലയിടത്തും സംഘടനാ സംവിധാനം താറുമാറായി കിടക്കുകയാണ്. താഴെത്തട്ടിൽ വേണ്ടത്ര സംഘടനാ പ്രവർത്തനമില്ല. താഴെത്തട്ടിൽ പല മണ്ഡലങ്ങളിലും പല പ്രശ്നങ്ങളുമുണ്ട്. ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കാൻ DCCക്ക് കഴിഞ്ഞിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിൽ ഏതു തരത്തിൽ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കോൺഗ്രസിന് MLAമാരെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തലപുകഞ്ഞ് ആലോചിക്കുകയാണ് DCC നേതൃത്വം. ഈ 4 മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയും. ആ 4 മണ്ഡലങ്ങൾ പിടിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായാണ് കോൺഗ്രസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസ് പച്ച തൊടുമോ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ കാത്തിരുന്നു കാണാം.